സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. തിരുസഭയിലൂടെ നാം യാത്ര ചെയ്യുന്ന ആഗോള സഭയിൽ നിന്ന് 29ാമത്തെ ആഴ്ചയിലേക്ക്, 29th സൺഡേ, 33ാമത്തെ ആഴ്ച വരെയും 34ാമത്തെ ആഴ്ച എന്ന് പറയുമ്പോൾ അത് ക്രിസ്തുരാജന്റെ തിരുനാളാണ്. നമ്മൾ അറിയുന്ന, പലപ്പോഴും ചിന്തിക്കുന്ന, നമ്മൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരണ്ട, നമ്മളുടെ ജീവിതയാത്ര മുമ്പോട്ട് പോവുകയാണ്. നമ്മൾ ഒരു ദിവസം ക്രിസ്തുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടവരാണ്, ക്രിസ്തുവിനെ കണ്ടുമുട്ടേണ്ടവരാണ്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അതാണ്. പറുദീസായിൽ നിന്നും നമ്മൾ പുറത്താക്കപ്പെട്ടവര് തിരിച്ചു പറുദീസായിലേക്ക് പ്രവേശിക്കേണ്ടവരാണ്. നമ്മൾ ദൈവത്തിന്റെ സ്വന്തം ഛായയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് മരണമില്ലാത്ത അവസ്ഥ. നമുക്ക് മരണമുണ്ട്, ഭൂമിയിൽ ജനിച്ചാൽ മരിക്കണം. എന്നാൽ നമ്മൾ പറുദീസായിൽ ദൈവം നമ്മളെ ആദ്യം സൃഷ്ടിച്ചപ്പോൾ നമ്മൾ മരിക്കാനായി ദൈവം ഉദ്ദേശിച്ചിരുന്നില്ല. നമ്മൾ അറിയേണ്ട ഒരു സത്യം ഇതാണ്. കാരണം ദൈവത്തിന് മരണമില്ല, ദൈവം നിത്യനാണ്. ഈശോ പറഞ്ഞ, ഞാൻ ആൽഫായും ഒമേഗയും ആദ്യനും അന്ത്യനുമാണ്. ദൈവത്തിന്റെ ഛായ എന്താണെന്ന് ജ്ഞാനത്തിൽ ബുക്ക് ഓഫ് വിസ്ഡം, കത്തോലിക്ക ബൈബിളിലുള്ള ജ്ഞാനം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 2ാമത്തെ അധ്യായം 23 ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തിന്റെ അനന്തതയാണ് അവിടുത്തെ ഛായ. ദൈവത്തിന്റെ അനശ്വരതയ്ക്ക്, തന്റെ അനശ്വരതയിലും തന്റെ അനന്തതയ്ക്കും വേണ്ടി അനന്തതയുടെ ഛായയിലും സാദൃശ്യത്തിലും ദൈവം നമ്മെ സൃഷ്ടിച്ചു വന്നു. ഉൽപ്പത്തി 1 ദൈവമായ കർത്താവാണ്, നമുക്ക് മനുഷ്യനെ നമ്മുടെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും ഇനി സൃഷ്ടിക്കാമെന്ന് പറഞ്ഞപ്പോൾ, മരണമില്ലാത്തവരായി ദൈവത്തോടൊപ്പം എന്നും ആയിരിക്കാൻ, ദൈവ സ്നേഹത്തിൽ എന്നും ആയിരിക്കാൻ ദൈവം അതിനാണ് നമ്മളെ ഏദൻ തോട്ടത്തിൽ ആദത്തെയും ഹവ്വായെയും സൃഷ്ടിച്ചുകൊണ്ട് വർദ്ധിച്ചു വരിക, സന്താനപുഷ്ടിയുള്ളവരായി നിങ്ങൾ ജീവിക്കുക എന്ന് പറഞ്ഞത്. നമ്മളൊക്കെ ഈ ഭൂമിയിൽ ഇങ്ങനെ കണ്ണുനീരിലും രോഗത്തിലും തകർച്ചയിലും കുടുംബ പ്രശ്നങ്ങളിലും ഒന്നും കിടന്ന് ഉടലേണ്ടവരല്ല. നമ്മൾ പറയാറില്ലേ, നമ്മളിങ്ങനെയൊന്നും ബുദ്ധിമുട്ടുന്ന കാര്യമൊന്നുമില്ല. പണ്ടൊക്കെ പറയാറുണ്ട്, അമേരിക്കയിലൊക്കെ വന്ന് എന്തെല്ലാം ഇത്രയൊന്നും ഓർത്തില്ല, ഇവിടെ വന്നപ്പോൾ എന്തുവാ കഷ്ടപ്പാട്. നാട്ടിൽ നല്ല സുഖമായിട്ട് കഴിഞ്ഞിരുന്നവരാ. ഇവിടുത്തെ കൾച്ചർ അങ്ങനെയാണ്. നമുക്ക് എല്ലാ പണിയും ഇവിടെ വേറെ ഒരു പണിക്കും ഇന്ന പണി ഇന്നാർക്കൊന്നൊന്നുമില്ല, എല്ലാ പണിയും എല്ലാവർക്കും ചെയ്യാം. നമ്മൾ പറയാറില്ല, എന്ത് സുഖമായിരുന്നു നാട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയേണ്ടത്, നമ്മൾ സ്വർഗത്തില് പിതാവിന്റെ മടിയിൽ മക്കളായ ദൈവസ്നേഹത്തില് ഒരു അല്ലലും അറിയാതെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മൾ ജീവിക്കേണ്ടവരായിരുന്നു. ഈ ഭൂമിയിൽ വന്ന ഈ കഷ്ടതയും അല്ലേ, ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ പറഞ്ഞില്ല, ഹവ്വായോട് പറഞ്ഞു, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. ആദത്തോട് പറഞ്ഞു, നീ വളരെ ബുദ്ധിമുട്ടി ശരീരത്തിന്റെ അധ്വാനത്തിലൂടെ നീ മണ്ണിനോട് മല്ലിട്ട്, എങ്കിലും നിനക്ക് മണ്ണിൽ നിന്നും ഫലമൊന്നും കിട്ടത്തില്ല. കഠിന വേദന, വിയർപ്പ് കൊണ്ട്, നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നീ ഭക്ഷിക്കുന്നൊക്കെ എന്ന് പറയാൻ, പാപത്തിന്റെ പരമായ നമ്മള് ഇത് പലപ്പോഴും ചിന്തിച്ചാണ്. ദൈവം കരുണയില്ലാത്തവനല്ല, ദൈവം കരുണയുള്ളവനായതുകൊണ്ടാണ് നമ്മൾ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കിയത്. കാരണം നമ്മൾ ഏദൻ തോട്ടത്തിലെ ഉൽപ്പത്തി 3 നമ്മൾ കാണുന്നുണ്ട്, ദൈവമായ കർത്താവ് ആദത്തോട് ചോദിക്കുന്ന, ആദം നീ എവിടെ? ദൈവത്തിൽ നിന്നും ഓടി മറിഞ്ഞ് ഏദൻ തോട്ടത്തില് ദൈവത്തോടൊപ്പം ആയിരിക്കേണ്ട ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ അവർ ദൈവത്തോടൊപ്പം ദൈവത്തെ കാണാൻ പറ്റില്ല, പക്ഷെ ദൈവത്തോടൊപ്പം ദൈവത്തിന്റെ സ്വരം ശ്രവിച്ച് ദൈവത്തോടൊപ്പം ആയിരുന്നവർ നമ്മൾ അതിനുമുണ്ട്. ഏതും പാപം ചെയ്ത് സാത്താന്റെ വഞ്ചന മതി, അതിലേക്കൊന്നും പോകുന്നില്ല. നമുക്കറിയാം, അത് പലപ്പോഴും നമ്മൾ ചിന്തിച്ചാണ്. ആ ഒരു മരത്തിന്റെ ചുവട്ടിലേക്ക് പോകരുത്, കാരണം അവിടെ തിന്മയെ ദൈവം അനുവദിച്ചിരുന്നു. ആ മരത്തിന്റെ ചുവട്ടിലേക്ക് പോകരുത്, ആ മരത്തിന്റെ പഴം മാത്രം ഭക്ഷിക്കരുത്, തൊടുക പോലും വരുത്. കാരണം അതിന്റെ അടുത്തേക്ക് ചെന്നാൽ തിന്മയുടെ സ്വാധീനം ഉണ്ടാകും. സാത്താൻ ഇവരെ വഞ്ചിക്കുവാൻ ദൈവത്തിനറിയാം. ദൈവം നീതിമാനായതുകൊണ്ട് ദൈവം, നമ്മൾ
പൗലോസിലെ പറഞ്ഞില്ലേ, അവൻ സകലതും സഹിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലവും അവന്റെ കീഴിൽ. ഇതെല്ലാം സാധ്യമായ ദൈവത്തിന് കുറെ മാലാഖമാര് സാത്താനായി മാറിയപ്പോൾ, പിശാചുക്കളായി മാറിയപ്പോൾ ദൈവത്തിന് അതിൽ വലിയ വിഷമമൊന്നും തോന്നിയില്ല. വിഷമം തോന്നി തീർച്ചയായും, പക്ഷേ ദൈവം അവിടെ പരാജയപ്പെട്ടില്ല. പക്ഷേ ദൈവം വേദനിച്ചത് മനുഷ്യരായ നമ്മൾ അടിമകളായി പോയപ്പോഴാണ്. ഏത് ദൂതനോടാണ് നീ എൻ്റെ പുത്രനാണ് എന്ന് നീ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. മാലാഖമാര് നമ്മൾ പറയില്ല, വിശുദ്ധ മിഖായേലും ഗബ്രിയേലും റഫായേലും ഒക്കെ അവർ നമുക്ക് സേവ ചെയ്യുന്നവരാണ്. നമ്മൾ അറിയണം, മനസ്സിലാക്കണം. അതാണ് ദൂതന്മാരെ കൂടി വിധിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ദൈവത്തെ തള്ളിക്കളഞ്ഞു പോയ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ ദൂതന്മാർ, അല്ലെ പിശാചുക്കളായ മാറിയവരെ വിധിക്കേണ്ടവരാണ്. ഈ ഭൂമിയിൽ നമ്മൾ സാത്താന്റെ സകല തേളുകളുടെയും പാമ്പുകളുടെയും മീതെ കൂടി ചവിട്ടി നടക്കാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു, അവയൊന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. നമുക്ക് തന്നിരിക്കുന്ന വലിയ കൃപ, വീഴാതെ നിൽക്കാൻ പിടിച്ച, അത് നമുക്കറിയാം. ഒരു മാലാഖയ്ക്കും വേണ്ടിയെല്ലാം ദൈവം മനുഷ്യനായ ഭൂമിയിലേക്ക് വന്നത്. മാലാഖ പിശാചായി മാറിയപ്പോൾ അതിനെ വീണ്ടെടുക്കാനായിട്ട് ദൈവം ആലോചിച്ചൊന്നുമില്ല, അതിനെ നേരിടാനായിട്ട് ദൈവം തീരുമാനിച്ചു. അപ്പം ആ പിശാചുക്കളല്ല, തിന്മയുടെ സ്വാധീനം, സർപ്പത്തിന്റെ രൂപത്തിൽ വന്ന ആദത്തെ ഹവ്വായും ദൈവത്തിന്റെ മക്കളായ, ദൈവത്തിന്റെ സ്വന്തം ഛായയിൽ ദൈവത്തിന്റെ മക്കളായി നമ്മളെ ഭൂമിയിൽ ദൈവ മക്കളെന്നാണ് വിളിക്കപ്പെടുന്നത്. ദൈവത്തിന്റെ മക്കളെന്ന് പറഞ്ഞാൽ അറിയാം, അപ്പൻ്റെ അമ്മയുടെ മക്കൾ എന്ന് പറഞ്ഞാൽ അവരുടെ രക്തത്തിൽ നിന്നും അവരുടെ ബീജത്തിൽ നിന്നും അണ്ടത്തിൽ നിന്നും ഉരുവാക്കപ്പെട്ടവരാണ് മക്കളെന്ന് വിളിക്കുന്നത്. അപ്പൊ ദൈവ മക്കളെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അന്തസത്ത മുഴുവനും ഉൾക്കൊള്ളുന്നവരാണ്. എപ്പോഴും ചിന്തിച്ചു, ദൈവത്തിന്റെ ആത്മാവ് ഉൾക്കൊള്ളുന്നവരാണ് നമ്മൾ മനുഷ്യര്. അതായത് നമ്മുടെ ആത്മാവ് എന്ന് നമുക്ക് വ്യക്തിപരമായി പറയുന്ന നമ്മുടെ ഈ ആത്മാവ് ദൈവത്തിൻ്റെതാണ്. നമ്മൾ നമ്മുടെ ഭൂമിയിൽ പറയും നമ്മുടെ ഇന്ന കുടുംബത്തിലാണ്, നമ്മുടെ അപ്പൻ്റെയും അമ്മയുടെയും മക്കളാണെന്ന് ശാരീരികമായി അല്ലേ നമ്മൾ പറയും. നമ്മളെ കണ്ടാൽ അവരെ പോലെയാണ്, നമ്മുടെ അപ്പനെയും അമ്മയെ പോലെയാണ് കണ്ടാലിരിക്കുന്നത്, അവരുടെ സ്വരം അവരുടെയൊക്കെ പോലെയാണ്, സ്വഭാവം അവരുടെ പോലെയൊക്കെയാണെന്ന് പറയുന്നത് പോലെ അത് നമ്മുടെ ശരീരവും മനസ്സും അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആത്മാവ് എന്നാൽ ദൈവത്തിൻ്റെതാണ്. അമ്മയുടെ ഉദരത്തിൽ, സഭാപ്രസംഗം 11:5 അപ്പോൾ ചിന്തിക്കുന്ന വചനം, ഗർഭിണിയുടെ ഉദരത്തിൽ ചൈതന്യം വന്ന് നിറഞ്ഞത്. ദൈവമായ കർത്താവ് നമ്മുടെ അപ്പനും അമ്മയും ഒന്നായി, ആ അണ്ടവും ബീജവും ഒന്നായി അമ്മയുടെ ഗർഭപാത്രത്തിൽ നമുക്ക് ജീവൻ ആരംഭിക്കുന്നത്, അതിലേക്ക് ആ അണ്ടവും ബീജവും ഒന്നായി തീർന്ന ആ ഭ്രൂണത്തിലേക്ക് ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ ബീജം എന്ന് വേണേൽ പറയാം, ദൈവത്തിന്റെ ചൈതന്യം, ആത്മാവായ ദൈവത്തിന്റെ ഒരു അംശം ദൈവം നിവേശിപ്പിച്ച പോലാണ് എനിക്കും നിങ്ങൾക്കും ഒക്കെ അമ്മയുടെ ഗർഭത്തിൽ ജീവൻ ഉണ്ടായത്. ജീവൻ, അതുകൊണ്ടാണ് നമ്മൾ ജീവൻ എടുക്കരുത് എന്ന് പറയുന്നത്. ഗർഭത്തിലൊരു കുഞ്ഞുണ്ടാകുന്നത് മനുഷ്യന്റെ കഴിവുകൊണ്ടൊന്നുമല്ല. സാധാരണ മനുഷ്യരെന്ന ഭൂമിയിൽ വിചാരിക്കുന്നത് അല്ലെ, ഇപ്പൊ ഇലക്ഷന്റെ ഒക്കെ സമയത്ത് വലിയൊരു കാര്യമാണ് അബോർഷൻ എന്ന് പറഞ്ഞാൽ. അബോർഷന് നമുക്ക് സ്വാതന്ത്ര്യം വേണം, കൊല്ലാൻ സ്വാതന്ത്ര്യം വേണം, നമ്മുടെ വംശത്തെ കൊല്ലാൻ, നമുക്ക് ജനിക്കാനിരിക്കുന്ന മക്കളെ കൊല്ലാൻ നമുക്ക് അധികാരം വേണം, അവകാശം വേണമെന്ന് വാദിക്കുന്നത് ഓർത്തു വയ്ക്കണം. അത്രമാത്രം ഒരു മൃഗം പോലും ആഗ്രഹിക്കുന്നില്ല അതിന്റെ കുഞ്ഞിനെ കൊല്ലാനായിട്ട്. എത്രമാത്രം അധപ്പതിച്ചു പോയി സാത്താന്റെ അടിമത്തത്തിൽ പോയ മനുഷ്യൻ. ഇത് മനുഷ്യരുള്ളത് തിന്മ ചെയ്യിക്കുകയാണ് ഇങ്ങനെയുള്ളതൊക്കെ. ഞാൻ പറഞ്ഞുകൊണ്ട്, അതായത് ഈ ഭൂമിയിലെ ദൈവമക്കളായിട്ട് സകലരും ജനിക്കേണ്ട ദൈവത്തിന് നമ്മളുടെ മുഖം കണ്ട് ഭൂമിയിൽ നമ്മളിൽ ദൈവം ആനന്ദിക്കാനായിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചത്. നമ്മൾ പഴയ നിയമത്തിലേക്ക് നോക്കിയാൽ പല രീതിയിൽ ജനിച്ച കുഞ്ഞുങ്ങളുണ്ട്, ആ വംശാവലിയിൽ വരെയുണ്ട്. നമുക്കറിയാം ഈ വംശാവലിയുടെ അബ്രാഹത്തിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ പുത്രനായ യൂദായുടെ ഗോത്രത്തിലും അവിടെ നമുക്കറിയാം. ഇടയ്ക്കൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്, അതായത് അതിലേക്ക് പോകുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത്, ഏത് രീതിയിലാണെങ്കിലും നമുക്ക് ജീവൻ തന്നെ നമ്മളെ നയിക്കാൻ, നമ്മളെ വീണ്ടെടുക്കാൻ അധികാരവും അവകാശവും കഴിവുള്ളവനാണ് ദൈവം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ കൊല്ലരുത് ഞാൻ ഇടയ്ക്ക് ഉറപ്പിച്ചാണ് 5-ാമത്തെ കൽപ്പന, കൊല്ലരുത്.
ഒറ്റ വാക്കിലെ പറഞ്ഞു, ഏത് എക്സെപ്ഷനൊന്നുമില്ല, കൊല്ലരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ജീവൻ തന്ന ദൈവത്തിന് മാത്രമേ ജീവൻ എടുക്കാൻ അവകാശമുള്ളൂ. അതാണ് മനുഷ്യനെ കൊല്ലാൻ, ജീവൻ എടുക്കാൻ മനുഷ്യന് ഈ ആത്മീയത മനുഷ്യനെ വെറും, ഞാൻ പറയാറുണ്ട്, വീണ്ടും ഓർക്കുന്നുണ്ട്, അതായത് മനുഷ്യൻ എത്ര വിചാരിച്ചാലും അല്ലെ, ഇന്ന് നമ്മൾ എന്തെല്ലാം രീതിയിലാണ് മനുഷ്യനെ സൃഷ്ടിക്കാനായിട്ട് പല സംവിധാനങ്ങളൊക്കെ ശാസ്ത്രീയമായിട്ടൊക്കെ ക്രമീകരിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിന്റെ ഗർഭത്തിൽ രണ്ടും ബീജം ഒന്നായി ആ ഒരു സംവിധാനത്തിലൂടെ മാത്രമാണ് ദൈവം ജീവൻ നൽകുക. അതാണ് വചനം പറഞ്ഞത്, മാതാവിന്റെ ഉദരത്തിൽ നീ ഉരുവാകുന്ന, ഭൂമിയിലെങ്കല്ല, മാതാവിന്റെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിനക്ക് പേരിട്ടോ എന്നൊക്കെ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ദൈവമാണ് ജീവന്റെ ദാതാവ്, ജീവന്റെ ഉറവിടം എന്ന് പറയുമ്പോൾ വീണ്ടും പറയാണ്, ആത്മാവാണ് അല്ലെ. യോഹന്നാൻ 6:53 യേശു പറഞ്ഞു, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ശരീരത്തിൽ നമ്മൾ ചെയ്തതൊന്നും അതുകൊണ്ട് ഒരു കുഞ്ഞുണ്ടാകുന്നില്ല. ദൈവം അതിലേക്ക് ചൈതന്യം, ദൈവത്തിന്റെ ജീവൻ നിവേശിപ്പിച്ചപ്പോഴാണ് ജീവനുള്ള ഒരു കുഞ്ഞായി മാറിയത്. ഈ ഭൂമിയിൽ നമുക്കറിയാം, മരണം എന്ന് പറയുമ്പോൾ എന്താ, അത് ഈ ആത്മാവ് ഈ ശരീരത്തിൽ നിന്നും വേർപെടുന്നതാണ് മരണം എന്ന് പറയുന്നത്. എന്തുമാത്രമാണ് അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. സൃഷ്ടിക്കുക എന്നുള്ളത് ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. വേറെ ആർക്കും. പലപ്പോഴും ചിന്തിച്ചാൽ നമ്മൾ ഫിസിക്സിലൂടെ പഠിച്ചതാണ്. അതായത് ഒരു മാറ്റർ കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ്. ഈ ഭൂമിയിൽ ഒന്നും ഉള്ളതിനെ ഇല്ലാതാക്കാൻ, അല്ല ഒന്നിനെ വീണ്ടും പുതുതായിട്ട് എന്തെങ്കിലും സൃഷ്ടിക്കാനോ അതിനെ നശിപ്പിക്കാനോ മനുഷ്യന് സാധിക്കത്തില്ല. എന്ന് പറയുമ്പോൾ അത് ദൈവം ശാസ്ത്രീയപരമായിട്ട് അതിലേക്ക്, അതായത് ദൈവം, ഗാഡ് ഈസ് ദി ഓൺലി വൺ ഹു ക്രിയേറ്റ്സ്. മനുഷ്യരാരും ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ലല്ലോ. ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നിൽ നിന്നുമാണ് വേറൊന്നിലേക്ക് എന്തെങ്കിലുമൊക്കെ അല്ലേ. ഒരു ചിത്രം ഒരു പടം ക്രിയേറ്റ് ചെയ്യുന്നൊക്കെ പറയാനൊക്കത്തില്ല. കാരണം ആ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആ ക്യാൻവാസ്, അതിൻ്റെ കളർ ഒക്കെ, അത് ആ കളറൊക്കെ ഉള്ളതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരം ഉള്ളതുകൊണ്ടല്ലേ അതിൽ നിന്നൊരു രൂപം കൊത്തിയെടുക്കുന്നത്. ഉള്ളതിൽ നിന്ന് മാത്രമേ മനുഷ്യന് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. Matter cannot be created or destroyed, but can be transformed from one form to another. ഇത് ശാസ്ത്രീയപരമായി തെളിയിക്കുക. അപ്പോൾ എന്താണ്, സൃഷ്ടിക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലെ, നമുക്ക് പലപ്പോഴും ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്, വെള്ളത്തെ നമുക്ക് തിളപ്പിച്ചാൽ അത് നീരാവിയായിട്ട് മാറും. വെള്ളം കാണാനല്ല, പാത്രത്തിലെ വെള്ളം മുഴുവൻ പറ്റിപ്പോയി, നീരാവിയായിട്ട് മാറി. ആ നീരാവി തണുത്താൽ വീണ്ടും വെള്ളമാകും. ആ വെള്ളത്തെ നമ്മൾ ഐസാക്കിയാൽ അത് ഐസ് കട്ടയായിട്ട് മാറും. ഐസ് കട്ട ഉരുക്കിയാൽ വീണ്ടും വെള്ളമാകും. ആ വെള്ളത്തെ തിളപ്പിച്ചാൽ വീണ്ടും നീരാവിയാകും. ഒന്നും നഷ്ടപ്പെടുന്ന, എല്ലാം വേറൊരു ഫോമിലേക്ക് മാറുന്നേ ഉള്ളൂ. നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ശരീരം മണ്ണാകും. ഈ മണ്ണിൽ നിന്നും വേറെ എന്തെങ്കിലുമൊക്കെ കിളുത്തു വരും. നമ്മുടെ ശരീരമായിരിക്കാം അല്ലേ ഒരു മരമായിട്ട് അതിന് മരത്തിന്റെ വളമായിട്ട് തീരുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് അല്ലേ, ആത്മാവ് നിത്യതയിലേക്ക്. സഭാപ്രസംഗം വേണ്ടി എക്ലീസിയാസ്റ്റിക്ക് 12 പറയുന്നതാണ് മരണത്തെക്കുറിച്ച്. 11:5 ജനനത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എന്താണെന്ന് പറയുന്നെങ്കിൽ സഭാപ്രസംഗം 12:7 മരണം എന്താണ്? അത് നമ്മുടെ ഈ ശരീരം ധൂളി എന്ന് പറഞ്ഞത്, ഈ ശരീരം മണ്ണായി തീരുന്നു. അല്ലെ, മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് നീ മടങ്ങും. നമ്മുടെ ശരീരം, നമ്മൾ അധ്വാനിച്ച് മെനക്കെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ഈ ശരീരത്തിന് വേണ്ടി ചെയ്യുന്നത്. ഇത് മണ്ണായി പുഴുവായി തീരേണ്ടതാണ്. ഇതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. നമ്മൾ ജീവിക്കണം ശരിയാണ്, പക്ഷേ ഇതിലല്ല, ഈ ശരീരത്തിലല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ആത്മാവിലാണ്. ബുദ്ധിയുള്ള കന്യകകൾ എന്നൊക്കെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരുന്നവരെന്നൊക്കെ പറയുന്നത് ബുദ്ധിയുള്ളവരെന്ന് പറയുന്നത് ദൈവികമായ ബുദ്ധിയാണ്. ലോകത്തിന്റെ ബുദ്ധിയുള്ളവർ പറയും ഏറ്റവും വലിയ സമ്പന്നനാകുക, ഈ ലോകത്തിലെ ഏറ്റവും പ്രാഗൽഭ്യമുള്ളവരായിത്തീരുക, അതാണ് മനുഷ്യന്റെ ഏറ്റവും അഭികാമ്യം എന്ന് അവർ പറയും. കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് എല്ലാം അല്ലേ, പലരെയും നമ്മൾ കാണുന്നുണ്ട്, മരിക്കാറായപ്പോൾ എല്ലാം തീർന്നു. നമ്മൾ ഇന്നലെ 7 ദിവസങ്ങൾ പ്രാർത്ഥിക്കുന്ന
നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ചെറുപ്രായത്തിൽ, സേറയുടെയൊക്കെ പ്രായത്തിൽ വളർന്നു വന്നപ്പോൾ വലിയ പാട്ടുകാരനായിരുന്നില്ലേ, വൺ ഡയറക്ഷൻ എന്ന് പറഞ്ഞ അതിനകത്ത് പ്രഗത്ഭനായ ഫ്ലോറിഡയിലൊക്കെ വന്ന് അദ്ദേഹം താമസിച്ചെന്നാണ് പറഞ്ഞത്. കുഞ്ഞുങ്ങളുടെയൊക്കെ ആരാധ്യനായ പാട്ടുകാരനായിരുന്ന ലിയാൻ എന്ന് പറഞ്ഞ മനുഷ്യൻ കഴിഞ്ഞ ദിവസം അപകടം മരണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മരിച്ചെന്ന് അറിയത്തില്ല. ബിൽഡിങ്ങിൻ്റെ മുകളിൽ താഴേക്ക് വീണ് മരിച്ചു. അനേക കൊച്ചു കുഞ്ഞുങ്ങളുടെ ഹൃദയം തകർന്നിരിക്കുകയാണ്. അവരുടെ ആരാധനാ പുരുഷനായിട്ട്, അവരുടെ ഒരു ഒരു ഐഡലായിട്ട് കരുതിയിരുന്ന ആ മനുഷ്യൻ ഇങ്ങനെ മരിച്ചു. ഇത്രയേ ഉള്ളൂ ജീവിതം എന്ന് ശരിയാണ്. പക്ഷെ പ്രാർത്ഥിക്കായിരുന്നില്ല അവർക്ക് വേണ്ടി, മനുഷ്യൻ്റെ ആത്മാവിന് വേണ്ടിയിട്ട്. എത്രയോ മനുഷ്യരാണ് ഈ ഭൂമിയിലല്ലേ. മൈക്കിൾ ജാക്സൺ ഇങ്ങനെ പോവാണ്, കുറ്റം പറയില്ല കേട്ടോ, ഓർക്കണം. മൈക്കിൾ ജാക്സൺ, വിറ്റ്നി ഹ്യൂസ്റ്റൺ, ഇങ്ങനെ പ്രഗത്ഭരായ, എനിക്കിഷ്ടമുള്ള ലതാ മങ്കേഷ്കർ, ഇതുപോലെ പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ ലോകത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ലതാ മങ്കേഷ്കർ, അങ്ങനെ നമ്മൾ കിഷോർ കുമാർ, അവർക്ക് പോയി എന്ന് പറയുമ്പോൾ അവരൊക്കെ ഇന്ന് ആത്മാവിൽ ജീവിക്കുകയാണ്. ഈ ഭൂമിയിൽ നമ്മൾ ആയിരുന്ന കാലത്ത് പ്രഗത്ഭരായിരുന്നു. പക്ഷെ അവരാരും കുറെ കഴിയും മറന്നു പോകും, ഓർക്കത്തില്ല. പക്ഷെ നമ്മുടെ ഈ ആത്മാവ് ദൈവസന്നിധിയിലേക്ക് തിരികെ പോകുന്നു. രാജാതിരാജനായ യേശു വാനമേഘങ്ങൾ എഴുന്നള്ളി വരുമ്പോൾ അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടേണ്ടവരാണ് നാം എല്ലാവരും. അന്ന് വീണ്ടും ഓർക്കുക, അന്ന് ഗായകരെന്നോ പന്തുകളിക്കാരെന്നോ ഫിലിം സ്റ്റാറെന്നോ ഒന്നും നോട്ടമില്ല. എല്ലാവരും രാജാതിരാജാവായ യേശു ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവനെ മാത്രം, അവനിൽ നിന്നാണ് ജീവൻ വരുന്നത്, അവനിൽ നിന്നാണ് പ്രകാശം, അവനാണ്. അവിടെ സൂര്യനോ ചന്ദ്രനോ ഇല്ല. നിത്യതയില് യേശു ക്രിസ്തുവാണ് നമ്മുടെ ജീവന്റെ ഉറവിടം. അവനാണ് നമ്മുടെ ആനന്ദം നൽകുന്നത് അല്ലേ. നമ്മൾ വെളിപാട് കാണുന്നുണ്ട്, സ്വർഗത്തില് മലാഖമാർ അവനെ കുമ്പിട്ട് ആരാധിക്കുന്നു. നമ്മൾ ഈ പറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ദൈവവചനം, അതായത് നമ്മെക്കുറിച്ച്, നമ്മൾ ഈ നമ്മളെ തിരിച്ചു പർദീസായിലേക്ക്, അതായത് നമ്മുടെ ആത്മാവ് നിത്യതയിലേക്ക് ദാതാവായ ദൈവത്തെങ്കിലേക്ക് തിരികെ പോകുന്ന ശരീരം മണ്ണാകുമ്പോൾ, അപ്പോൾ നമ്മൾ ഇന്ന് സഭയിൽ യേശുക്രിസ്തു തിരുസഭ സ്ഥാപിച്ചത് നമ്മുടെ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. മനസ്സിലാക്കണം, ഈ ഭൂമിയിൽ നമുക്ക് മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും കാര്യങ്ങൾക്ക് വേണ്ടി പല സംവിധാനങ്ങളും ഉണ്ട്. അതും ദൈവം തന്ന കൃപയാണ്. അതേസമയം നമ്മുടെ ആത്മാവിൻ്റെ പരിരക്ഷയ്ക്ക് വേണ്ടിയാണ് ദൈവം യേശുക്രിസ്തു ഭൂമിയിൽ വന്ന മനുഷ്യനായി വന്നുകൊണ്ട് തിരുസഭ സ്ഥാപിച്ചത്. നിത്യതയിലേക്കുള്ള കവാടമാണ്, പർദീസായിലേക്കുള്ള ഗേറ്റ് വേ ആണ്, പർദീസായിലേക്കുള്ള കോൺസുലേറ്റ് ആണ്, എംബസിയാണ് തിരുസഭ. നമ്മൾ അതിലൂടെയാണ് നമുക്ക് മാമോദീസായിലൂടെ ആ വീസ തന്നു, അതായത് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി നമ്മുടെ ആത്മാവിനോട് ചേർത്ത് നിത്യതയിലേക്ക് പോകാൻ. ആ തീജ്വാലയുടെ വാതിലിലൂടെ, അവിടെ ഉൽപ്പത്തി 3 പറഞ്ഞിരിക്കുന്ന അവിടെ കറങ്ങുന്ന തീ കൊണ്ടുള്ള ഒരു വാളാണ്, അതിലൂടെയാണ് കടന്നു പോകേണ്ടത്. അപ്പൊ അതിനുവേണ്ടി പ്രോഗ്രാം ചെയ്ത തീയിലൂടെ, തീക്ക് മാത്രമേ കയറിപ്പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മളെ തിരുസഭയിലാക്കിയപ്പോൾ നമുക്ക് നൽകിയത് എന്താ? അവൻ നിങ്ങളെ, യോഹന്നാൻ സ്നാപകൻ പറഞ്ഞില്ല, അവൻ യേശുവിനെ കുറിച്ച്, അവൻ വന്ന് നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനപ്പെടുത്തും. ഈ അഗ്നി നമ്മുടെ ആത്മാവിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ അഗ്നിയിലൂടെ, ഉൽപ്പത്തി 3 പറഞ്ഞിരിക്കുന്ന ആ അഗ്നിയിലൂടെ നമുക്ക് സ്വർഗ പർദീസയുടെ വാതിലിലൂടെ അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. നമ്മൾ കാർഡ് സ്കാൻ ചെയ്ത് ഒക്കെ കയറുന്നത് പോലെ നമ്മുടെ ആത്മാവിൽ അഗ്നി എന്താണത്? അത് ഈ ഭൂമിയിലെ അഗ്നിയൊന്നുമല്ല, അത് യേശുവിൻ്റെ ഹൃദയത്തിൽ കത്തിജ്വലിക്കുന്ന, അല്ല, ജൂൺ മാസത്തിൽ നമ്മൾ ഈശോയുടെ ഹൃദയത്തിൻ്റെ ആ ഓർമ്മയിൽ നമ്മൾ പലപ്പോഴും ചിന്തിച്ചതാണ്. അവൻ്റെ ഹൃദയത്തിൽ കത്തിജ്വലിക്കുന്ന ആ സ്നേഹം, അല്ലെ, അവൻ നമ്മളെ സ്നേഹിച്ചു. നമുക്ക് അവിടെ തിരുഹൃദയത്തിൻ്റെ രൂപത്തിലേക്ക് നോക്കിയാൽ കാണാം, അതിൻ്റെ നടുക്ക് വലിയൊരു കുരിശുണ്ട്. ആ ഹൃദയത്തിന് ചുറ്റും ഒരു മുൾമുടിയുണ്ട്. ആ ഹൃദയത്തിൽ വലിയൊരു മുറിവുണ്ട്, അതിലൂടെ രക്തത്തുള്ളിൽ ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ അവന് കൊടുത്തതാണ്. നമ്മൾ അവന് കൊടുത്തത് കുരിശും, അവൻ്റെ ഹൃദയത്തെ നമ്മൾ പാപം ചെയ്ത് വേദനിപ്പിച്ചു, ഹൃദയത്തിൽ കുന്തം കൊണ്ട് കുത്തി. നമ്മളെ സ്നേഹിച്ച ആ സ്നേഹമൊന്നും അറിയാതെ അവൻ മുൾമുടി കൊടുത്തു നമ്മൾ. എന്നിട്ടും അവൻ്റെ ഹൃദയത്തിലും നമ്മോടുള്ള സ്നേഹം ഇങ്ങനെ ആളി കത്തുകയാണ്. അതാണ്, ആ തീയാണ് ഭൂമിയിലേക്ക് നമുക്കിട്ട് നൽകിയത്. ഏദൻ തോട്ടത്തിൽ വെച്ച് ആദത്തിനും ഹവ്വായ്ക്കും നഷ്ടപ്പെട്ടു പോയി. സ്നേഹമായിരുന്നു എൻ്റെ അസ്ഥിയുടെ അസ്ഥി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പാപം ചെയ്തപ്പോൾ അത് മുഴുവൻ സ്വാർത്ഥതയായിട്ട് മാറി. എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും എൻ്റെ മാംസത്തിൻ്റെ മാംസവും എന്നിൽ നിന്നാണ് എടുക്കപ്പെട്ടത്. ഞാൻ പറഞ്ഞു പലപ്പോഴും, ആദത്തിൻ്റെ ആത്മാവിൻ്റെ പകുതിയാണ് ഹവ്വ.
ആ നരനിൽ നിന്ന് എടുക്കപ്പെട്ടുകൊണ്ട് നാരി എന്ന് വിളിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രേമിച്ച് സ്നേഹിച്ച് സ്വീകരിച്ച ഹവ്വായെ ആ സാത്താന്റെ മനോഭാവം ഉള്ളിക്കേറി സാത്താന്റെ വചനം കേട്ടുകഴിഞ്ഞ് ദൈവത്തിനെതിരായി ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം തന്ന ഈ ഇണയുണ്ടല്ലോ, തുണയുണ്ടല്ലോ, അത് അന്യായിട്ട് മാറി. ആ ദൈവത്തോട് പറയാണ്, ദൈവം ചോദിച്ചു നീ എവിടെ ചോദിച്ചപ്പോൾ നീ എനിക്കെന്ന അവളുണ്ടല്ലോ, അവളാണ് ഇത് മൂലം, അവള് മൂലമാണ് എനിക്കിത് പറ്റിയെന്ന്. ഇന്ന് ലോകത്ത് ഇത് തന്നെയല്ലേ? ഭർത്താക്കന്മാർ പറയും നീ ഒറ്റ ഒരുത്തിയാണ് എൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം. ഭർത്താവ് ഭാര്യയാണെങ്കിലും പറഞ്ഞില്ലെങ്കിലും ഉള്ളിച്ച് നിങ്ങൾ ഒറ്റ ഒരുത്തനാണ് എൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം. നിങ്ങളൊന്ന് ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ കുടുംബം എത്ര മെച്ചമായനെയും. നിങ്ങൾ ദൈവത്തെ അറിയേണ്ട പോലെ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്മ ഉണ്ടാകുമായിരുന്നേ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും പറയും. മക്കൾ പറയും, മാതാപിതാക്കളോട് പറയുന്നില്ലെങ്കിലും പറയും, നിങ്ങൾ ആയിരിക്കേണ്ട പോലെ ഒന്നും ആയിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ആകുകയില്ലായിരുന്നു. ഇത് പാപത്തിന്റെ പരിണിത ഫലമാണ്. അവിടെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് സാത്താനെ നമ്മളെ ആ പാപത്തിന് ഇന്നലെയൊക്കെ ചിന്തിച്ച് അവൻ മരണത്തിന് അധീനമായ സാത്താൻ അധീനമായ പാതാളത്തിലെ കാൽവരി കുരിശിൽ ഈ ലോകത്തിൽ തന്റെ ദൈവരാജ്യത്തിന്റെ വചനം പ്രഘോഷിച്ച് അനേകരെ സാത്താന്റെ അടിമത്തിൽ നിന്ന് മോചിപ്പിച്ചു. യോഹന്നാൻ സ്ത്രീയെ പറഞ്ഞത് ഇങ്ങനെയാണല്ലോ, സാത്താന്റെ പ്രവൃത്തികളെ ഇല്ലാതാക്കാനാണ്. 1 യോഹന്നാന് 2-ാമത്തെ അധ്യായത്തിൽ സാത്താന്റെ പ്രവൃത്തികളെ ഇല്ലാതാക്കല്ല, 1 യോഹന്നാൻ 3:8 സാത്താന്റെ പ്രവൃത്തികളെ ഇല്ലാതാക്കാനാണ് ദൈവപുത്രൻ ഭൂമിയിലേക്ക് വന്നത്, മനുഷ്യനായി വന്നത്. ഏദൻ തോട്ടത്തിൽ വെച്ച് ഇതിനത് പ്രഖ്യാപിച്ചു. ഉൽപ്പത്തി 3:15 ദൈവമായ കർത്താവ് ഇടപെട്ടപ്പോൾ ഹവ്വ പറഞ്ഞു, ആ സർപ്പമാണ് എന്നെ വഞ്ചിച്ചത്, എനിക്ക് തെറ്റിപ്പോയി. നമ്മുടെ കുമ്പസാരം എന്ന എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ എന്ന് ഇന്ന് പറയുന്നെങ്കിൽ അത് യേശുക്രിസ്തുവിലൂടെ തിരുസഭയിലൂടെ കിട്ടിയൊരു കൃപയാണ്. കുമ്പസാരം എന്ന കുദാശം ദൈവത്തിന് ദാനമാണ്, അനുതാപം. അന്ന് ഏദൻ തോട്ടത്തിൽ അത് ഇല്ലാതെ പോയി. അതുകൊണ്ടാണ് അവിടുന്ന് പുറത്താക്കപ്പെട്ടത്. ഏദൻ തോട്ടത്തിൽ എന്നും സാത്താൻ നിത്യതയാണ്. അവിടെ എന്നും സാത്താന്റെ അടിമത്തത്തിലെ ദൈവത്തിനെതിരായി സാത്താന്റെ അടിമത്തത്തിലെ നിത്യനാശത്തിലേക്ക് പോകുന്ന രീതിയിൽ മനുഷ്യവർഗം മുഴുവനും കോടാനുകോടി മനുഷ്യർ മരണമില്ലാതെ സാത്താന്റെ അധീനം നരകതുല്യമായി അവനാൽ പീഡിപ്പിക്കപ്പെട്ട അവസ്ഥയിലേക്ക് അവർ പോകുമായിരുന്നു. നിത്യത നരകത്തിലാവുക, സാത്താൻ അധീനരാകുവാൻ. അതുകൊണ്ടാണ് ദൈവം മനസ്സോടെ നമ്മളെ മരണമുള്ള അവസ്ഥയിലേക്ക് ഇറക്കി വിട്ടത് ഈ ഭൂമിയിൽ. ആ ഭൂമിയിലേക്ക് ഇറക്കി വിട്ടിട്ട് അവിടേക്ക് ദൈവം തന്നെ ഇറങ്ങി വന്നു. നമ്മളായിരിക്കുന്ന വേദനയുടെ, പാപത്തിന്റെ, പ്രലോഭനങ്ങളുടെ ഈ അവസ്ഥയിലേക്ക് ദൈവം തന്നെ ഒരു ശരീരം എടുത്തുകൊണ്ട് നമ്മളിൽ ഒരുവനായി ഇറങ്ങി വന്നു. ദൈവം നമ്മളോടൊത്ത് ജീവിച്ചു. ദൈവം നമ്മളുടെ ബലഹീനതകളിൽ നമ്മളോടൊത്ത് സഹതപിക്കാൻ കഴിയാത്തൊരു പ്രധാന ഇന്നത്തെ 1-ാമത്തെ വായന യെശയ്യായുടെ പ്രവചനം. അത് ദൈവം മനുഷ്യനായി വരാനായിട്ട് ദൈവം പ്രവാചകന്മാരെ മുൻകൂട്ടി അയച്ചുകൊണ്ട് അത് ഓർമ്മപ്പെടുത്തിയിരുന്നു. അതിൽ യെശയ്യായുടെ നമുക്കറിയാം, എല്ലാ പ്രവാചകന്മാരും യെശയ്യ നമ്മളെപ്പോഴും ചിന്തിക്കുന്ന യെശയ്യ 53 ഒന്നുതൊട്ട് വായിക്കുകയാണെങ്കിൽ അത് മുഴുവൻ പ്രവചനമാണ്. യേശുവിൻ്റെ ജീവിതത്തിൽ നടന്നതെല്ലാമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും ചിന്തിച്ചു, നമുക്കിന്ന് സഹനമുണ്ടെങ്കിൽ ഇന്ന് ലോകത്ത് സാത്താൻ തന്നിരിക്കുന്നല്ല വേദനകൾ, രോഗങ്ങൾ, പ്രശ്നങ്ങൾ, സ്നേഹമില്ലായ്മ, ഇതിനൊക്കെ പരിഹാരമാണ്. ഇത് യേശു കാൽവരിയിൽ ഇല്ലാതാക്കിയതാണ്. ഇന്നലെ നമ്മൾ ചിന്തിച്ചു, ഇത് നമ്മൾ അറിയണം, ഉള്ളിൻ്റെ ഉള്ളിൽ അറിയണം. യേശു എന്നെ ഇതിൽ നിന്ന്, ഇപ്പോൾ പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ അറിയണം, യേശു ഇതിൽ നിന്ന് എന്നെ 2000 വർഷം മുമ്പ് കാൽവരിയിൽ വന്ന് യേശു എൻ്റെ കുടുംബത്തെ, വ്യക്തിപരമായി എന്നെ, ലോകത്തിലെ സകല മനുഷ്യരെ, സകല ജാതി ജനതകളെയും, കാരണം ദൈവത്തിന്റെ മക്കളാണ് എല്ലാ മനുഷ്യരും, യഹൂദനോ ക്രിസ്ത്യാനിയോ ഒന്നുമില്ല, എല്ലാ ജാതി ദൈവത്തിന്റെ മക്കളാണ്. ഞാൻ ഇന്നലെയൊക്കെ ഓർപ്പിച്ചു, ദൈവം ഒരു മതവും സ്ഥാപിച്ചില്ല ഈ ഭൂമിയിൽ. ദൈവം സ്ഥാപിച്ചത് ഒരു ജീവിത രീതിയാണ്, ദൈവവചനത്തിലൂടെയുള്ള ജീവിതമാണ്. അത് പിന്നീട് യേശുക്രിസ്തു മതമൊന്നും സ്ഥാപിച്ചൊരു ജീവിത രീതിയാണ്. എ ലൈഫ് ഇൻ ക്രൈസ്റ്റ് എന്നാ പറയുന്നത്, ക്രിസ്തുവിലുള്ള ജീവിതം എന്നാ പറയുന്നത്. ക്രിസ്തു സ്ഥാപിച്ചത് അന്ത്യോക്യയിൽ വെച്ചാണ് ക്രിസ്ത്യാനികൾ എന്നൊക്കെ അവർക്ക് പേരിട്ടത്. അത് യേശു അങ്ങനെ പേരിട്ടതൊന്നുമല്ല. അപ്പൊ നമ്മളൊരു ജീവിത രീതിയാണ്, നമ്മളൊരു വഴിയാണ്. അതായത് വഴി സത്യമായി അവൻ പറഞ്ഞതുപോലെ അവന്റെ പിന്നാലെ യാത്ര ചെയ്തുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ മരിക്കുമ്പോൾ നമ്മൾ പർദീസായിലേക്ക് കയറാനുള്ളൊരു വഴിയാണ് യേശു നമുക്ക് കാണിച്ചു തന്നത്. നമ്മുടെ ആ വഴിയിലൂടെയാണ് യാത്ര ചെയ്തത്. തിരുസഭയിലായിരിക്കുമ്പോൾ
അത് നമ്മൾ മനസ്സിലാക്കാനും നമ്മൾ സ്കൂളിൽ കുഞ്ഞുനാളെ കുട്ടികളെ സ്കൂളിൽ വിട്ട് ലോകത്തിൻ്റെ വിദ്യയൊക്കെ പഠിപ്പിക്കുന്നത് പോലെ നമുക്ക് സൺഡേ സ്കൂൾ അല്ല ദൈവിക വചനം ദൈവജ്ഞാനം ഒക്കെ ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കേണ്ടത് പർദീസായിലേക്കുള്ള തിരിയുള്ള അല്ല സ്വർഗീയമായി ദൈവരാജ്യത്തിൽ ഈ ഭൂമിയിലെ തിരുസഭയിലൂടെ നമ്മളെ നടത്തിക്കൊണ്ട് നമ്മളെ വഴിതെറ്റി നരകത്തിൻ്റെ വഴിയിലേക്ക് പോകാതെ വഴിതെറ്റാതെ നമ്മുടെ സ്വർഗത്തിലേക്കുള്ള പർദീസായിലേക്കുള്ള വഴിയിൽ നടത്തുന്ന ഒരു സംവിധാനമാണ് തിരുസഭ ആയിരിക്കണം. തിരുസഭയിലായിരിക്കും നമ്മളും തിരുസഭയിലുള്ളവരും നമ്മെ നയിക്കുന്നവരും ആ ഒരു അറിവില്ലാതെ പോകുമ്പോൾ അവർക്കും വഴിതെറ്റിപ്പോകും. നമ്മളിത് അറിയണം. അതുകൊണ്ട് യേശയ്യായുടെ വചനം പ്രവചനമാണെന്ന് കർത്താവിന് അവന് യേശുവിൻ്റെ ക്രൂശിത രൂപത്തിലേക്ക് നോക്കി അത് എന്തിനാണ് ഇവനിങ്ങനെ കുരിശി കിടക്കുന്നത്? അതിനുള്ള ഉത്തരമാണ് ഇവിടെ യേശയ്യ 53. എങ്ങനെയാണ് അവൻ നമ്മളെ രക്ഷിച്ചത്? അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിൻ്റെ ഹിതമായിരുന്നു. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. അതായത് പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ്സു പ്രാപിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. തൻ്റെ കഠിന വേദനയുടെ ഫലം കണ്ട് അവർ സംതൃപ്തരാകും. നമ്മൾ പറയാറില്ല, ഒരു സംഭവം കേട്ടിട്ടുണ്ട് ഇങ്ങനെ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് മരിക്കുന്നതിന് മുമ്പ് ഒരു കുഞ്ഞോ അല്ലെങ്കിൽ കൊച്ചു ഗ്രാൻഡ് ചൈൽഡോ ഒക്കെ അതിനൊന്ന് കണ്ടിട്ട് മരിച്ചെന്നൊക്കെ പറഞ്ഞു കേട്ടില്ല. യേശു മരിക്കുന്നതിന് മുമ്പ് പിതാവായ ദൈവം ഒരു കാഴ്ച കാണിച്ചു കൊടുത്തു. കുരിശിൽ, യേശുവിന്റെ കുരിശിലെ സഹനത്തിനിടയിൽ അവന്റെ വേദനയൊക്കെ മറന്നത് അവൻ കണ്ടു. പിതാവായ ദൈവം ഇന്ന് നമ്മളെയൊക്കെ ഇങ്ങനെ അവന്റെ രണ്ടാമത്തെ വരവിൽ ഈ ഭൂമിയിൽ അവനെ വിധിയാളനായി വരുന്നത് വരെയും ഈ ഭൂമിയിൽ ജനിക്കാനിരിക്കുന്ന അപ്പാ 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 എന്ന് ദൈവത്തെ വിളിക്കുന്ന, യേശു വിളിച്ചതുപോലെ വിളിക്കുന്ന വലിയൊരു സന്തതി പരമ്പരയെ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം യേശുവിന് കാണിച്ചു കൊടുത്തു. അവിടെയാണ് അവൻ ആനന്ദിച്ചത്. കുരിശിൽ ആനന്ദിച്ചു. നമ്മളൊക്കെ ദൈവമക്കളായി മാറുന്നത് കേട്ടോ, നിത്യതയിലേക്ക് പ്രവേശിക്കുന്നതുകൊണ്ട് യേശു കുരിശിൽ ആനന്ദിച്ചു. അതികഠോരമായ വേദനയുടെ ഇടയിൽ ദീർഘായുസ്സ് നിത്യത പ്രാപിക്കുന്നത് കണ്ടുകൊണ്ട് അവൻ നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ ജ്ഞാനത്താൽ അനേകരെ നീതിമാന്മാരാക്കും, അവൻ അവരുടെ തിന്മകളെ വഹിക്കുകയും ചെയ്യും. യേശയ്യായുടെ പ്രവചനമാണ്. യേശുവിനെ കുറിച്ച് യേശുവിന്റെ ജനനത്തിന് 750 വർഷം മുമ്പ് പ്രവചിച്ചതാണിത്. അത് യേശുവിൽ നിറവേറി. അതാണ് യോഹന്നാൻ പറഞ്ഞത്, സാത്താന്റെ പ്രവൃത്തികളെ ഇല്ലാതാക്കാനാണ് ദൈവപുത്രൻ ഭൂമിയിൽ വന്നത്. അത് പൂർത്തിയാക്കി. നമ്മുടെ ഉള്ളിൽ അത് പൂർത്തിയാക്കിയത് എന്നതിലേക്ക് ചിന്തിച്ചു. അതായത് യേശു പൂർത്തിയാക്കിയത്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു, യേശു കാൽവരി കുരിശിൽ നമുക്ക് വേണ്ടി സ്വർഗം ഓർഡർ ചെയ്തു. ഒരു ഓർഡർ നമ്മൾ സാധനം മേടിക്കുന്നത് പോലെ കാൽവരി കുരിശിൽ കിടന്നുകൊണ്ട് നമുക്ക് വേണ്ടി സ്വർഗത്തിന്റെ പ്രവേശനത്തിന്റെ പാസ് യേശു മേടിച്ചു തന്നു. അല്ലെ, അത് പലപ്പോഴും ആമസോണിൽ നിന്ന് മേടിക്കുന്നത് ഡെലിവറി ചെയ്യുന്നത് പോസ്റ്റ് ഓഫീസോ ഫെഡെക്സോ അല്ലെങ്കിൽ മറ്റുള്ള കൊറിയർ കമ്പനിയൊക്കെയാണ്. അപ്പം നമുക്ക് യേശു നേടിയ രക്ഷ അത് സൗഖ്യമാകട്ടെ. നമ്മളിന്ന് ലോകത്തിൽ ആഗ്രഹിക്കുന്ന ആരോഗ്യം, സൗഖ്യം, സമാധാനം, സന്തോഷം, നന്മ എന്തെങ്കിലും അതിന്ന് കൊണ്ടുതരുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തിലെ ത്രിത്വത്തിലെ മൂന്നാമത്തെ വ്യക്തിയായ പിതാവിന്റെ സ്നേഹം, പുത്രനായ യേശുവിന്റെ കൃപ, അതായത് യേശുവിന്റെ സഹനത്തിലൂടെ നമുക്ക് ദൈവകൃപ കിട്ടിയിട്ട് അത് നമുക്ക് അനുഭവമായി തീരുന്നത് നമ്മൾ ചിന്തിച്ചു. പരിശുദ്ധാത്മാവിന്റെ ദി ഫെലോഷിപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഫെലോഷിപ്പ് ഇതൊരു ഫെലോയാണ്, ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. ഒരു കമ്പാനിയൻഷിപ്പ്. ആ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായ അദൃശ്യനായ നമുക്ക് കാണാൻ മേല തീജ്വാലയുടെ രൂപത്തിൽ അന്ന് കണ്ടെങ്കിൽ ഇന്ന് നമ്മളവനെ അറിയും. നമ്മുടെ ഉള്ളിൽ ആനന്ദമായിട്ടാണ് പരിശുദ്ധാത്മ സന്തോഷം എന്ന് പറയുന്നത്. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ അത് ഭക്ഷണമല്ല, ശരീരത്തിൻ്റെതാണ്. ഭക്ഷണം, പാനീയം അല്ലെ, കുടിച്ച് സന്തോഷിക്കുക, മറിയുക, ഇതൊക്കെ ശരീരത്തിന്റെ ആഗ്രഹമാണ്. എന്നാൽ ദൈവരാജ്യം അതിലൊന്നുമല്ല. ഈ ഭൂമിയിൽ എത്രമാത്രം സന്തോഷിച്ച് ഭക്ഷണം കഴിച്ചാലും കുടിച്ചു മറിഞ്ഞാലും അവിടെ ദൈവരാജ്യമില്ല. അതില് ദൈവരാജ്യം ഭക്ഷണവും പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവുമാണ് ദൈവരാജ്യം. അതുകൊണ്ടാണ് നിങ്ങൾ വീഞ്ഞു കുടിച്ച് അത് സന്തോഷിക്കുന്നത്. അത് ലോകത്തിന്റെ ജഡികത, സാത്താന്റെ മനോഭാവത്തിലേക്ക് നമുക്ക്
സെൽഫ് കൺട്രോളൊക്കെ നഷ്ടപ്പെട്ടു പോയി, പരിശുദ്ധാത്മാവൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയിലാണ്. വീഞ്ഞു കൂടി സന്തോഷിച്ചാൽ അതിൻ്റെ അനന്തരഫലം നമുക്കറിയാം. വീഞ്ഞും ലഹരി പാനീയങ്ങളും നമ്മളത് ചിന്തിച്ച് ഓർക്കാണ് വീണ്ടും ദൈവമേ തിരുമുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വൺ ഡയറക്ഷനിലെ മനോഹരമായ ഗാനങ്ങൾ പാടുന്ന ലിയാൻ ഈ ലോകത്ത് കടന്നുപോയത് ലഹരിക്ക് അടിമപ്പെട്ടാന്ന് പറയും. നമുക്കറിയില്ല, ആരും വിധിക്കുകയല്ല, ശാത്താൻ്റെ അടിമത്തത്തിലേക്കുണ്ട്. പക്ഷേ ദൈവം വീണ്ടെടുക്കാൻ ദൈവത്തിനെല്ലാം സാധിക്കുന്നു. മനസ്സിലാണ് കരുണ. അതാണ് കത്തോലിക്ക സഭയിൽ മരിച്ചവർക്ക് വേണ്ടി കൂടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അന്ത്യവിധിയിലാണ് ഫൈനലായിട്ടുള്ള ജഡ്ജ്മെന്റ് നടക്കുന്നത്. നമ്മുടെ മരിച്ചവരും കുടുംബത്തിൽ മരിച്ചവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ്. അവൻ വാനമേഘങ്ങൾ എഴുന്നള്ളി വരുമ്പോഴാണ്. അതുവരെ തിരുസഭയിലൂടെ നമ്മൾ ഓരോരുത്തരിലൂടെ ഇന്ന് നടക്കുന്ന നമ്മുടെ സഹനങ്ങളും നമ്മുടെ ബുദ്ധിയുടെ നമ്മുടെ പ്രാർത്ഥനകളും ശുശ്രൂഷകളൊക്കെ അനേക ആത്മാക്കൾക്ക് വേണ്ടി. ഫാത്തിമയിൽ വെച്ച് മാതാവ് ജപമാല പഠിപ്പിച്ചപ്പോൾ കുഞ്ഞുങ്ങളുടെ സംസാരിയുടെ ഫാത്തിമ പ്രാർത്ഥന നമുക്കറിയാം. ജപമാലക്കിടയിൽ നമ്മൾ ചെല്ലുന്ന ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ചും അങ്ങയുടെ സഹായം കൂടുതൽ ആവശ്യമായിരിക്കുന്ന ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ എന്ന്. കത്തോലിക്കരായ നമ്മൾ അറിയേണ്ടത്, നമ്മൾ വിശുദ്ധ സഭയുണ്ട്, സഹന സഭയുണ്ട്, സമരസഭയുണ്ട്. സമരസഭയിൽ കഴിഞ്ഞ ഞാൻ ഓർപ്പിച്ചു. അതായത് കൊളോസ്യർ 1:24 പൗലോസ് പറഞ്ഞു, ഇന്ന് എനിക്ക് സഹനമുണ്ടെങ്കിൽ ഈ സഹനത്തിന് കുറവ് വന്നവർക്ക് ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ശരീരത്തിൽ ഇതെല്ലാം പറഞ്ഞാൽ നമുക്ക് എനിക്ക് നിൽക്കത്തില്ല. അതുപോലെയാണ് ദൈവികമായ വെളിപ്പെടുത്തലുകൾ നമുക്ക് ഈശോ പരിശുദ്ധാത്മാവ് നൽകുക. പത്രോസിലെ പറഞ്ഞിട്ടുണ്ട്, ശരീരത്തിലാണ് സഹിക്കേണ്ടത്. അതിനാണ് ദൈവം മനുഷ്യ ശരീരം എടുക്കേണ്ടി വന്നത്. ദൈവത്തിന് ശരീരമില്ല, ആത്മാവാണ്. പക്ഷെ നമുക്ക് വേണ്ടി നമ്മളുടെ പാപത്തിന് പരിഹാരമായി ശരീരത്തിൽ സഹിക്കാതെ അടിച്ചു പൊളിച്ച് സുഖവും ആഡംബരവുമായി ജീവിച്ച ഒരു സഹനവും സ്വീകരിക്കാതെ കടന്നുപോയ മനുഷ്യർക്ക് വേണ്ടി ദൈവം മനുഷ്യനായി വന്നുകൊണ്ട് അവർക്ക് പകരമായി ദൈവം സഹിക്കുകയും സ്നേഹിക്കുകയും. എന്തുകൊണ്ടാണിത്? സാത്താനെ യേശു കാൽവരിയിൽ പരാജയപ്പെടുത്തി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യമുണ്ട്. സാത്താന്റെ കയ്യിൽ ഇല്ലാത്ത ഒരു ആയുധമാണ്. സാത്താന് ക്ഷമിക്കാൻ പറ്റില്ല, സ്നേഹിക്കാൻ പറ്റില്ല. ഓർക്കുക, നമ്മൾ പരിശോധിക്കണം നമ്മുടെ ഉള്ളിൽ ഈ സ്വഭാവം ഉണ്ടോന്ന്. ക്ഷമിക്കാൻ പറ്റാത്ത അനുഭവം ഉണ്ടെങ്കിൽ നമ്മൾ തിന്മയുടെ അധീനതയിലാണ്. നമുക്ക് സഹിക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ തിന്മയുടെ അധീനതയിലാണ്. കാരണം ഇത് രണ്ട് സാത്താന് പറ്റില്ല. എന്നാൽ യേശു സാത്താനെ പരാജയപ്പെടുത്തി ഈ രണ്ട് ആയുധങ്ങൾ കൊണ്ടാണ്, സ്നേഹിച്ചുകൊണ്ടും സഹിച്ചുകൊണ്ടും. തൻ്റെ വേദനയുടെ യേശു 50 പറഞ്ഞ പോലെ വേദനയുടെ കാരണം എന്താ? വേദനിക്കുമ്പോൾ തന്നെ വേദനിപ്പിക്കുന്നവരെ നമ്മുടെ പാപങ്ങളാണ് അവൻ വഹിച്ചതല്ലേ. അപ്പൊ യേശുവിനെ കാൽവരിയിൽ ആണിയടിക്കുമ്പോഴും അവനെ അടിച്ച് മുറിവേൽപ്പിക്കുമ്പോഴും ഒക്കെ അവൻ സ്നേഹം നിലനിർത്തി. സാത്താൻ വിചാരിച്ച് എപ്പോഴെങ്കിലും ഇവന്റെ സ്നേഹത്തെ എടുത്തു കളയാൻ പറ്റുമെന്ന്. ദൈവം സ്നേഹമാണ്. 1 യോഹന്നാൻ 4:8 4:16 വായിക്കുന്നുണ്ട്. പലപ്പോഴും ചിന്തിച്ചാണ്. അപ്പൊ സാത്താൻ വിചാരിച്ചത് യേശുവിന്റെ ഈ ഭൂമിയിലെ ജീവിതകാലത്ത് എപ്പോഴെങ്കിലും ഇവന്റെ ഉള്ളിൽ വാശിയും വൈരാഗ്യവും വെറുപ്പും നിറയ്ക്കാം. ഈ സഹനം കാണുമ്പോൾ ഇവൻ തകർന്നു വീഴും. മനുഷ്യനിവനെ ഉപദ്രവിക്കുമ്പോൾ ഇവന് സ്നേഹമൊക്കെ നഷ്ടപ്പെട്ടു. അവരോട് മനുഷ്യരായ നമുക്ക് നഷ്ടപ്പെടുമല്ലേ. കുറെ കഴിയുമ്പോൾ നമ്മൾ മടുക്കും. നമ്മൾ പറയും, ഇവരാണ് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും. ഏത് തോട്ടത്തിൽ ആദം പറഞ്ഞ പോലെ ഇവളാണ് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും. യേശു അത് പറയുമെന്നാണ് സാത്താൻ വിചാരിച്ചത്. ഓർത്ത് നോക്കണം. അവനെ പരാജയപ്പെടുത്താൻ അവൻ ചിന്തിച്ചു. പക്ഷേ അവൻ ദൈവിക ജ്ഞാനമുണ്ടായിരുന്നുകൊണ്ട് യേശുവൻ ആരെയും വെറുത്തില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ മൗനം പാലിച്ചു. രോമം കത്രിയാൻ കൊണ്ടുപോകുന്ന ചെമ്മരിയാടിനെ പോലെ മൗനം. തന്നെ ഒരു തെറ്റും ചെയ്യാൻ തന്നെ മരണത്തിന് വിധിച്ചപ്പോഴും യൂദാസ് തന്നെ ഒറ്റിക്കൊടുത്തപ്പോഴും പീലാത്തോസിന്റെ അരമനയിൽ വെച്ച് അവനെതിരെ കള്ളസാക്ഷിയിട്ട് പറഞ്ഞപ്പോഴും ഹെരോദാസിന്റെ അരമനയ്ക്ക് വലിച്ചടിക്കപ്പെട്ടപ്പോഴും പ്രധാന പുരോഹിതൻ അവനെ മരണത്തിന് വിധിച്ചപ്പോഴും അവന്റെ ഉള്ളിൽ ഒരു നിമിഷം പോലും ആരോടും അവൻ വിദ്വേഷം വെച്ചില്ല. ആരെയും അവൻ വെറുത്തില്ല. അത് സ്നേഹത്തോടെ അപ്പാ അവരോട് ക്ഷമിക്കണേ അപ്പാ. യേശു ക്ഷമിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പാ ഞാൻ ക്ഷമിക്കുന്നു അവരോട്. അപ്പൊ അവരോട് ക്ഷമിക്കണം. ഇത് അവരല്ല അപ്പാ, ഇത് അവരല്ലത്. ഞാൻ കാണുന്നത് സാത്താനാണ് ചെയ്യുന്നത്. അവരെ എനിക്കെതിരായി തിരിച്ചിരിക്കുകയാണപ്പാ. ഇത് അവരല്ലപ്പാ. അവരോട് ക്ഷമിക്കണമേ, അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഈശോ പ്രാർത്ഥിച്ചു. സ്നേഹം നിലനിർത്തി. കുരിശിന്റെ വഴി നമ്മൾ പറയാറില്ലേ, അവൻ നമ്മെ സ്നേഹിച്ചു, അവസാനം വരെയും സ്നേഹിച്ചു.
ജീവൻ വെടിയുന്നത് വരെ, തലച്ചോറിന് രക്തമില്ലാതായി അവന് സ്വന്തമായി തലച്ചോറ് പ്രവർത്തിക്കുന്നത് വരെയും അവൻ നമ്മളെ സ്നേഹിച്ചു. മനുഷ്യനായ ഭൂമിയിൽ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്. പക്ഷേ ഇന്ന് എബ്രായ ലേഖനം പറയുന്നത് നമുക്ക് അവനെ സമീപിക്കാം. കാരണം നമ്മളുടെ വീഴ്ചകൾ, നമ്മുടെ കുറവുകൾ, കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കുണ്ടായ നമ്മൾ വീണുപോയ മേഖലകളുണ്ടല്ലോ, അത് അവന് നന്നായിട്ടറിയാം. അവൻ നമ്മളെ കുറ്റം വിധിക്കുന്നില്ല. കാരണം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ അവനും അതേ പ്രലോഭനം ഉണ്ടായതാണ്. അവൻ ശരീരത്തിൽ ജീവിച്ചിരുന്നപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായ ഓരോ പ്രലോഭനങ്ങളും അവനും ഉണ്ടായതാണ്. പക്ഷെ അവൻ പിടിച്ചു നിന്നോ. അവൻ ഊനമില്ലാത്ത കുഞ്ഞാടായി നമുക്ക് വേണ്ടി വന്നവനായതുകൊണ്ട്, അവൻ ദൈവമായിരുന്നത് കൊണ്ട്, ദൈവത്തിന്റെ ചൈതന്യം അവൻ പ്രവർത്തിച്ചിരുന്നതുകൊണ്ട്, പരിശുദ്ധാത്മാവനെ നയിക്കപ്പെട്ടിരുന്നത് കൊണ്ട്, ദൈവിക ജ്ഞാനം എപ്പോഴും ഉള്ളി വർദ്ധിച്ചിരുന്നത് കൊണ്ട് ഒരു നിമിഷം പോലും ലോകമോഹങ്ങൾ പ്രലോഭനം ഉണ്ടായപ്പോൾ പ്രലോഭനത്തിൽ ഞങ്ങൾ വീഴാൻ ഇടയാകരുതേ എന്ന് അവനോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. അവൻ മാത്രമാണ് നമ്മളെ സഹായിക്കാൻ കഴിയുള്ളൂ. അതാണ് എബ്രായ ലേഖനം ഇന്നത്തെ രണ്ടാമത്തെ വായന. ഒന്നാമത്തെ ഏശയ്യ 53 രണ്ടാമത്തെ വായന നമ്മൾ ഇന്ന് വായിക്കുന്നത് എബ്രായ ലേഖനത്തിൽ നിന്നാണ്. എബ്രായ ലേഖനം 4 നിന്നാണ്. ഇങ്ങനെയാണ് പറയുക, 14 വചനം: സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ ദൈവപുത്രനായ യേശു നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ ബലഹീനതകളിൽ, നമ്മുടെ വീഴ്ചകളിൽ, നമ്മുടെ വീണുപോയ വീഴ്ചകളിൽ, നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് നമ്മുടെ കൂടെ ഇരുന്ന് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനം യേശുവിന്റെ പാദങ്ങളിലേക്ക് നമുക്ക് അണയാം. അവൻ കരുണയാണ്. വിശുദ്ധ ഫൗസ്റ്റീനായോട് വെളിപ്പെടുത്തപ്പെട്ട ദൈവ കരുണയാണ് യേശു ക്രിസ്തു. അവൻ നമ്മളെന്താന്ന് അവനെ നന്നായിട്ട് ഒന്നും പറയേണ്ട ആവശ്യം പോലുമില്ല. അവന് മുമ്പിലേക്ക് ജീവിതം അടിയറ വെച്ചാൽ നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങളൊന്നും അവൻ ഓർക്കുന്നില്ല. ഇന്നും ഭൂമിയിൽ വിശുദ്ധ കുർബാനയ കൂദാശിയായി മാറി നിത്യത്തിലേക്കുള്ള യാത്രയിൽ നമുക്ക് ആത്മീയ ഭക്ഷണമായി ഇന്ന് ഭൂമിയിൽ കൂദാശിയായി നമ്മുടെ ആത്മാ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധ പരമാം ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് സ്നേഹം തന്നെയായ നമുക്ക് വേണ്ടി സഹിച്ച, നമ്മളെ വീണ്ടെടുത്ത പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ഇന്നും ജീവിക്കുന്നവൻ, മരിച്ചുയർത്തവൻ, വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരാനിരിക്കുന്നവൻ, അവന് കൂദാശിയായി കാണുന്ന ഒരു അപ്പത്തിന്റെ രൂപത്തിലാണെങ്കിലും താബോർ മലയിൽ രൂപാന്തരപ്പെട്ട അതേ അവസ്ഥയിലാണ് വിശുദ്ധ കുർബാനയിൽ അവനെന്ന് വാഴുന്നത്. അധികാരമുള്ളവനായി പിതാവിന്റെ വലത്തുഭാഗത്ത് രക്തമലിക്കുന്ന കുഞ്ഞാടായി നമുക്ക് വേണ്ടി നിൽക്കുന്നവൻ, നമുക്ക് വേണ്ടി വാദിക്കുന്നവനാണ്. നമ്മുടെ വീഴ്ചകളെ, നമ്മുടെ ബലഹീനതകളെ അവനറിയാം. അപ്പോൾ അപ്പ അവർക്ക് വേണ്ടി ഞാൻ ഇന്നലെ കഴിഞ്ഞ് ഓർപ്പിച്ചാണ്, അപ്പ അവർക്ക് വേണ്ടി ഏറ്റവും മുറിവാണ് എന്ന് പറഞ്ഞാൽ വെളിപാട് 5 കണ്ട ആ കൊല്ലപ്പെട്ട കുഞ്ഞാട് ദൈവസ്ഥയിൽ നിൽക്കുന്നതാണ്. ഇന്ന് ഇപ്പോഴും നിൽക്കുകയാണ് നമുക്ക് വേണ്ടി വാദിച്ചുകൊണ്ട്. ആ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.